ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, റൊണാൾഡോയ്ക്ക് ഇപ്പം ചെറിയൊരു പരിക്കുണ്ട്. മേ ബി ഒരു മാസത്തേന് റൊണാൾഡോ ഇനിയും കളിക്കാൻ ഇറങ്ങത്തില്ല. ഒരു ACL ഇഞ്ചുറി ആണെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. കുറേ പേര് പറഞ്ഞു റൊണാൾഡോ ഇനി വേൾഡ് കപ്പ് കളിക്കത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ബട്ട് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി അല്ല. ഒരു മാസം 4 വീക്സ് എന്നാണ് ഇപ്പം വന്നേക്കുന്ന റിപ്പോർട്ടുകൾ. ഗൈസ്, ഇനി 4 ആഴ്ചത്തേന് റൊണാൾഡോ കളിക്കാൻ ഇറങ്ങത്തില്ല. ഒരു ACL ഇഞ്ചുറി എന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ്, അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ റോഡ്രിഗോയ്ക്ക് ഒരു പരിക്ക് പറ്റി. താരത്തിൻ്റെ ഗൈസ് 10 മാസം വെളിയിരിക്കണമെന്നാണ് ഇപ്പം വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ്. ഒരു വലിയ ഇഞ്ചുറി തന്നെയാണ് പറ്റിയേക്കുന്നത്. താരത്തിന് ഇപ്പം വേൾഡ് കപ്പ് കളിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഒരു ഭയങ്കര അവസ്ഥ തന്നെയായിപ്പോയി. റോഡ്രിഗോയ്ക്ക് ഇപ്പം താരം തന്നെ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട് 10 മാസത്തേന് ഇനിയും പറ്റത്തില്ല, റെസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ താരത്തിൻ്റെ വേൾഡ് കപ്പ് പോയി. ഗൈസ്, ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ 2027 മാത്രമേ താരത്തിന് പിച്ചിനിറങ്ങാൻ പറ്റത്തുള്ളൂ. എന്നൊക്കെ അവസ്ഥയൊക്കെയാണ് ഗൈസ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താരം കമൻറ്റ് ചെയ്യണേ. ഗൈസ്, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണ്. ഗൈസ്, കെവിൻ യോക്ക് ഇപ്പം പറയുന്നുണ്ട് ഇതൊരു മാരത്തോണാണ്, ലാസ്റ്റ് ഓടി നിൽക്കുന്ന എവിടെയാണോ അതാണ് കാര്യമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നത് പോയിൻ്റ് ടേബിളിൽ, അതാണ് കാര്യം. അല്ല ഇപ്പം കളിയാക്കിയിട്ടൊന്നും വിമർശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് കെവിൻ യോക്ക് പറയുന്നത്. ഇതൊക്കെ നമുക്ക് 7-ാം തീയതിയുള്ള കളിക്ക് കണ്ടാൽ മതിയായിരുന്നു. 7-ാം തീയതി ചെന്നൈ FC ആയിട്ടാണ് കളിക്കുക. അതേലും ഒന്ന് ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ്. പിന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നേരെ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.